എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മളൊരു നൈറ്റ് ലാമ്പാണ് മേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലെ റൂമിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി നൈറ്റ് ലാമ്പ് എങ്ങനെ മേക്ക് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഫ്രണ്ട്സ്, ആദ്യം നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സാണ്. അപ്പോൾ അത്യാവശ്യം ഒരു നല്ല കട്ടിയുള്ള ഒരു ബോക്സ് നോക്കി എടുക്കാം. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു സ്കെയിൽ എടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു മാർക്കർ വേണം. അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒരു 1 സെൻറ്റിമീറ്റർ വീതിയിൽ നമ്മുടെ ബോക്സിൻ്റെ സൈഡുകളിലൊന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ എല്ലാ സൈഡും ഇങ്ങനെ നമുക്കൊരു ചതുരം പോലെ കണക്ട് ചെയ്തിട്ടൊന്ന് വരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ 6 വശത്തിൽ ഒരു വശം മാത്രം, അടിഭാഗത്ത് ഒരു വശം മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കി ഫുള്ളായിട്ട് ഇതുപോലെ വരച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ മൊത്തത്തിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒഴിവാക്കിയ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. കത്രിക ഉണ്ടെങ്കിൽ കത്രിക ഉപയോഗിച്ചിട്ടാണെങ്കിലും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് നമ്മൾ ആ ലൈൻ ഇട്ട ഭാഗങ്ങളെല്ലാം ഇതുപോലെ നമുക്ക് ഒരു ബ്ലേഡ് കൊണ്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓരോ ഭാഗവും ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ തെർമോക്കോൾ കട്ട് ചെയ്യുന്ന ബ്ലേഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളങ്ങനെ എല്ലാ വശവും ഫുള്ളായിട്ട് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമ്മൾ മൊത്തം കട്ട് ചെയ്ത് മാറ്റി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഫ്രെയിം കിട്ടും. ഇതാണ് നമുക്ക് ആദ്യം വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇതുപോലെ ഒരു ഫ്രെയിം ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മേൽഭാഗം ഇതുപോലെ ഒരു തുറക്കുന്നൊരു അടപ്പുണ്ടാവും. ആ ഭാഗം നമ്മൾ ഇതുപോലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ കുറച്ച് ഈർക്കിൽ പോലെ കുറച്ച് കട്ടി കുറഞ്ഞ ഒരു മരക്കഷ്ണങ്ങൾ റെഡിയാക്കി എടുക്കാം. അപ്പോൾ കുറച്ച് കട്ടി കുറഞ്ഞെങ്കിൽ ചെത്തി എടുത്താൽ മതി. ഓക്കെ, അങ്ങനെ നമ്മൾ 4 കഷ്ണങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളത് ഫ്രെയിമിലൊന്ന് വെള്ളം കിട്ടാൻ വേണ്ടി ഒന്ന് ഓരോ സൈഡിൽ നമുക്ക് കുറച്ച് ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മളത് ഒട്ടിച്ചിട്ടില്ലെങ്കിൽ നല്ല കട്ടി ഉണ്ടാവില്ല, വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുന്ന ഒരു പരിവായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഇതുപോലെ ഒരു ഫ്രെയിമിൽ കുറച്ച് ബലം കിട്ടാൻ വേണ്ടി നമുക്ക് ഇതുപോലത്തെ ചെറിയ കഷ്ണങ്ങൾ വെച്ചിട്ടങ്ങ് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് ഒട്ടിക്കുമ്പോൾ നമ്മൾ ആ മേൽഭാഗത്ത് മാത്രം ഒട്ടിക്കേണ്ട, ബാക്കി എല്ലാ സൈഡും ഇതുപോലെ കഷ്ണം വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു മാർക്കർ വെച്ചിട്ട് അതിൻ്റെ ഫ്രെയിം പുറംഭാഗം മാത്രം നമുക്കൊന്ന് കളർ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബ്ലാക്ക് മാർക്കർ വെച്ചിട്ടാണ് കളർ ചെയ്തേക്കുന്നത്. ഇതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ മൊത്തത്തിൽ കളർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു വൈറ്റ് ഷീറ്റ് പേപ്പറാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു നോട്ട്ബുക്കിൻ്റെ നല്ല കട്ടിയുള്ള ഒരു പേപ്പറാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ A4 ഷീറ്റ് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അത് നമ്മൾ ഇതുപോലെ ആ ഫ്രെയിമിൻ്റെ മേൽഭാഗത്ത് വെക്കുക. ഇനി നമുക്ക് അതിൻ്റെ ഓരോ സൈഡും ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളൊരു 10 സെൻറ്റിമീറ്റർ നീളം ഉണ്ടെങ്കിൽ നമ്മളൊരു 9 സെൻറ്റിമീറ്റർ നീളത്തിൽ വേണം മാർക്ക് ചെയ്യാൻ. 1 സെൻറ്റിമീറ്റർ കുറച്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ പേന കൊണ്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിവിടെ 2 എണ്ണം കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഓരോ വശത്തും അളവെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു വശത്തെയാണ് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മറ്റൊരു വശത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായി കിട്ടില്ല. അപ്പോൾ അതിനൊരു ചെറിയൊരു വീതി വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതും കൂടെ കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് 2 എണ്ണം കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, സോ പേപ്പറെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് ആ മാർക്കർ കൊണ്ട് റാൻഡം ലൈൻസ് നമുക്ക് ഇട്ട് കൊടുക്കാം. പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്കിഷ്ടമുള്ള രീതിയിൽ ലൈൻസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഓരോ ലൈൻസ് ഇങ്ങനെ വെർട്ടിക്കലായിട്ടും സ്ക്വയറായിട്ടും രീതിയിലൊന്ന് വരച്ചെടുക്കുക. ഏകദേശം ഈ ഒരു ലുക്കിലേക്ക് ഇങ്ങ് വരച്ചെടുക്കുക. ഇതുപോലെ നമ്മളെല്ലാ
പേപ്പേഴ്സിലും വരച്ചെടുക്കാം. ഓക്കെ, ഇനി നമ്മളിത് ഒട്ടിക്കാൻ പോവാണ്. നമ്മൾ ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. ഫെവിക്കോൾ ഓരോ ഫ്രെയിമിൻ്റെ ഉൾഭാഗത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓരോ കഷ്ണങ്ങൾ ഉൾഭാഗത്തേക്ക് വെച്ചിട്ട് കറക്റ്റ് എഡ്ജൊക്കെ ഫില്ലാവുന്ന രീതിയിൽ വെച്ചിട്ട് അങ്ങ് ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ ഒരു വശത്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ഓരോ വശത്തും ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഒരു ലൈറ്റിൻ്റെ ലുക്കായി വന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് അടുത്ത എൻ്റെ സ്റ്റാൻഡ് ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു തെർമോക്കോൾ എടുത്തിട്ടുണ്ട്. റൗണ്ട് ഒരു ഹോൾ ഇട്ടിട്ട് എൻ്റെ ഒരു വശത്ത് നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാർക്കർ കൊണ്ട് തന്നെ കളർ ചെയ്തേക്കുന്നതാണ്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ചെറിയൊരു കഷ്ണം എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്കതിൻ്റെ അകത്ത് കുറച്ച് ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അത് ഇതുപോലെ ഇരിക്കും. ചെറിയൊരു കഷ്ണം പോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ 4 കഷ്ണം റെഡിയാക്കി എടുക്കുക. ഇനി നമ്മൾ ആ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഫ്രെയിമിൻ്റെ അളവിൽ ഇതൊന്ന് 4 ഭാഗത്തായിട്ട് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ അത് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു കാർഡ്ബോർഡിൻ്റെ ചെറിയൊരു കഷ്ണം എടുക്കുക. ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തെർമോക്കോൾ ഇതിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് ചെറിയൊരു സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യണം. ഒരു ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡാണ്. അപ്പോൾ അത് ഇതുപോലെ നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുക. ആ ഒരു അടപ്പ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. ഇനി നമുക്കത് ഇലക്ട്രിസിറ്റിയുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. ടേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശേഷം നമുക്ക് ലൈറ്റിലേക്ക് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ആ ഫ്രെയിം എടുത്തിട്ട് ഇതുപോലെ ആ 4 കഷ്ണത്തിലേക്കും ഒന്ന് ചെരിച്ചൊന്ന് സ്റ്റാൻഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ നൈറ്റ് ലാമ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പകലാണ്, വൈകുന്നേരം ആയിട്ടുള്ളൂ. നമുക്ക് ഇരുട്ടാകുമ്പോൾ നമ്മുടെ കത്തിച്ചതിൻ്റെ കറക്റ്റ് എഫക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊന്ന് നമുക്കൊന്ന് ഭിത്തിയിലേക്കൊന്ന് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ഒരു റെഡ് കളറുള്ളൊരു ലൈറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് രാത്രിക്ക് ഒന്ന് ഇട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മുടെ ലൈറ്റ് നല്ല അടിപൊളിയായിട്ട് കത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, നല്ല സ്റ്റൈലിഷായിട്ട് കത്തുന്നതാണ്. നല്ല ലുക്കിംഗ് ആയിട്ട് നമുക്ക് വീട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലത്തെ നൈറ്റ് ലാമ്പ് നൈസായിട്ട് ഉണ്ടാക്കുന്നേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ റൂമിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. ഓക്കെ, സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായതായിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടാണ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആ ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ടൈം വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.